വെൽക്കം ബാക്ക് ടു അതർ വീഡിയോ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ദുബായിലുള്ള ഒരു സ്റ്റുഡന്റിന്റെ ലൈഫ് എങ്ങനെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ വൈബ് ഉണ്ടോ, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ, ക്യാമ്പസ് ലൈഫ് ഉണ്ടോ. പല കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ട്, പല മെസ്സേജുകൾ പേഴ്സണലായിട്ട് വന്നിട്ടുണ്ട്. ബ്രോ എനിക്ക് പഠിക്കാൻ പറ്റുമോ, യു എയിൽ എങ്ങനെയാണ്, സേഫ്റ്റി ഉണ്ടോ, പെൺകുട്ടിയൊക്കെ പഠിക്കാൻ പറ്റുമോ, ഫാമിലിക്ക് ഇവിടെ കുട്ടികൾക്ക് ഇവിടെ സ്റ്റേ കിട്ടുമോ, ജോബ് കിട്ടുമോ, ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം. പല യൂണിവേഴ്സിറ്റികളുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയാനാണെങ്കിൽ എന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഞാൻ ഇപ്പം ഈ ദുബായിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ അല്ല, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്തൊക്കെ ഞാൻ ഇവിടെ തരണം ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. ഞാൻ ഏകദേശം ഇവിടെ യു എയിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷത്തിന്റെ അടുത്താവാനായിട്ടുണ്ട്. ഞാൻ 2023 സെപ്റ്റംബർ 21 യു എയിൽ എത്തിയത്. അങ്ങനെ യു എയിൽ എത്തിയതിനു ശേഷം നമുക്ക് ജോബും കാര്യങ്ങളെല്ലാം വേണം. ഫസ്റ്റ് ഞാൻ എന്റെ ഫാമിലി പറഞ്ഞതെന്ന് വെച്ചാൽ, സുഫൈൽ നീ ഫസ്റ്റ് ഒരു ജോബ് നോക്ക്, എന്നിട്ട് വിദ്യാഭ്യാസത്തിന് കയറി. എന്നാ പിന്നെ എനിക്ക് എന്റെ ഫീസും കോളേജും ഒരുമിച്ച് എന്ത് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോഴാണ് കാര്യങ്ങൾ ട്വിസ്റ്റ് ഉണ്ടായത്. എനിക്കൊരു സർജറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു, അതിന്റെ ട്രീറ്റ്മെന്റ് വേണം. അങ്ങനെ 3 മാസം ട്രീറ്റ്മെന്റിന്റെ പേര് പോയി. അങ്ങനെ ഫാമിലി ഇവിടെ ഉള്ളതുകൊണ്ട് ഫാമിലി വിസ അടിച്ചതിന് ശേഷം അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് പിന്നെ എവിടെ വേണമെങ്കിലും പണിക്ക് വരാം, NOC കിട്ടിയാൽ മതി ഫാമിലി ആയിട്ടുള്ള. അങ്ങനെ കോളേജിലും പഠിക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ ക്യാമ്പസ് ഇങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പല യൂണിവേഴ്സിറ്റി അന്വേഷിച്ചു നോക്കി. യു എ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, യു എ ബേസ്ഡ് യൂണിവേഴ്സിറ്റീസ്, എന്തിന് അബുദാബി യൂണിവേഴ്സിറ്റി വരെ ഞാൻ പോയിട്ട് ചെന്ന് നോക്കിയിട്ട്, പിന്നെ ഷാർജ യൂണിവേഴ്സിറ്റി, പിന്നെ റാസൽ കൈമ, അവിടെ തന്നെ കുറെ യൂണിവേഴ്സിറ്റി ഉണ്ട്, വെസ്റ്റ്, അങ്ങനെ പല യൂണിവേഴ്സിറ്റീസ് അവിടെ ഉണ്ട്. എന്നും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് മോശമായി പോകും. അങ്ങനെ അവിടെ എത്തി ഞാൻ ക്യാമ്പസും കാര്യങ്ങളും നോക്കി. അങ്ങനെ ജനുവരി ആയ സമയത്ത് ഞാൻ എവിടെ എനിക്ക് യു എ പഠിക്കണം, MBA ചെയ്യണം. ഞാനിപ്പോ MBA ചെയ്യുന്നത്. അങ്ങനെ MBA ചെയ്യാൻ വേണ്ടി ക്യാമ്പസും കാര്യങ്ങളിലും അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ട് മനസ്സിലായി. നമ്മളെ മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഇല്ല, നാട്ടിലുള്ള മണിപ്പാൽ ക്യാമ്പസ്. അവർക്ക് തന്നെ പല ക്യാമ്പസ് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അങ്ങനെ ദുബായിൽ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവര് 2000 ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, കോളേജ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്ര എക്സ്പീരിയൻസ്ഡ് ആണ് ഇവരെ യൂണിവേഴ്സിറ്റി. അപ്പൊ കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ട്രസ്റ്റ് ചെയ്യാം. രണ്ടാമത് നമുക്ക് ഫീസിന്റെ കാര്യത്തിന് എന്റെ അടുത്ത് ഇപ്പോ ഇതുണ്ട്. എന്താ വെച്ചാൽ ഇതാ, മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ 25 വർഷത്തെ എക്സലൻസി. ഇവര് ഇവിടെ 5 സ്റ്റാർ റേറ്റിംഗ് UAE. പിന്നെ ഇവര് MOയുടെ അഡ്ജസ്റ്റേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് MOയുടെ ഇല്ല, ഇപ്പൊ MOയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 70, ഞാൻ ഇത് നമുക്ക് നോക്കാം, 70 വർഷത്തെ അക്കാദമിക് എക്സലൻസി. UAEയിൽ 25 വർഷം, 50+ നാഷണാലിറ്റീസ്, ഏകദേശം 2600 സ്റ്റുഡൻസ് ലിവിംഗ് ഇൻ എ ക്യാമ്പസ്. 2600 സ്റ്റുഡൻസ് ഉണ്ട് ക്യാമ്പസിന്റെ ഉള്ളിൽ കേട്ടോ, മനസ്സിലായോ? പിന്നെ 2000 സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ലാർജസ്റ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഇൻ UAE, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയാണ് പക്ഷെ UAEയിലുള്ളത്. അക്കാര്യം കൂടി മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഏകദേശം 9500+ അലൂമിനീസ് ഉണ്ട്. ഏകദേശം 50+ പ്രോഗ്രാം ഉണ്ട്, 5 സ്കൂൾസും ഉണ്ട് ഇവിടെ ഇവരെ. അങ്ങനെ നോക്കിയിട്ട് ഇപ്പോ ഇതാണ് ഇവരുടെ ബ്രൗഷർ, പുതിയ ബ്രൗഷറാണ്. നമ്മളിങ്ങനെ എന്തായാലും എല്ലാത്തിനും പറ്റി നമ്മൾ പഠിക്കണ്ടേ. കുട്ടികളെല്ലാം എനിക്ക് എൻക്വയറി വരുന്നത് നല്ല വൃത്തിക്ക് ഇവിടെ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ട്. അപ്പൊ യൂണിവേഴ്സിറ്റി കുട്ടികൾ എങ്ങനെ പഠിച്ചാല്, അപ്പൊ റെക്കഗ്നൈസേഷൻ, ഇതാണ് ഇവരെ റെക്കഗ്നൈസേഷൻ. നോക്കോ എന്തൊക്കെയുണ്ട് എന്നല്ല, കുറച്ച് കറിയായി പോയിട്ടുണ്ട്. UGC ഉണ്ട്, MO ഇന്ത്യൻ ഉണ്ട്, പിന്നെ KHD ഉണ്ട്, MO UAE ഉണ്ട്. അപ്പോ അക്കാര്യത്തിലൊന്നും ഇവിടെ ടെൻഷൻ ഇല്ല. സർട്ടിഫിക്കേഷന് നല്ല വൃത്തിക്ക് വാല്യൂ ഉണ്ട്. വെസ്റ്റ് അപ്രൂവൽ ഉണ്ട്. വെസ്റ്റ് അപ്രൂവൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ മറ്റു രാജ്യത്തിലേക്ക് മൈഗ്രേഷനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട് എന്നാ അതിന്റെ അർത്ഥം. അപ്പൊ ഇത്രയും സർട്ടിഫിക്കേഷൻ, ഇത്രയും ഇവിടെ എന്തെല്ലാം പ്രോഗ്രാംസ് ഉണ്ടെന്ന് നോക്കിയാൽ നമുക്ക് ഇവിടെ ഉള്ള പ്രോഗ്രാംസ് പറഞ്ഞാല്, ഇവിടെ മെയിൻലി ഉള്ളത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് IT, സ്കൂൾ ഓഫ് ഡിസൈനിങ് ആൻഡ് ആർക്കിടെക്ചർ, പിന്നെ സ്കൂൾ ഓഫ് ബിസിനസ്, പിന്നെ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിബറൽ ആർട്സ് ആണ്. സോറി, ലൈബ്രറി നമ്മൾ ഫസ്റ്റ് വായിക്കുക, ലിബറൽ ആർട്സ്. അപ്പോൾ പല പ്രോഗ്രാംസുകളുണ്ട്. BBA ഉണ്ട്, BSc ഉണ്ട്, PG പ്രോഗ്രാംസ് ഉണ്ട്, MSc ഉണ്ട്, PhD ഉണ്ട്. എല്ലാ രീതിയിലുള്ള പ്രോഗ്രാംസും ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ ഫീസും കാര്യങ്ങളും നോക്കിയാൽ സ്കോളർഷിപ്പ് അടക്കം കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ
ഇവിടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ കമ്പനിയിലുകൾ ഇപ്പം ഏകദേശം 97 കമ്പനീസ് യുഎഇയിൽ വന്നിട്ട് അവിടുന്ന് ഏകദേശം ഇന്റർവ്യൂ നടത്തി. അതിൽ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ട്. പിന്നെ അതിന് പുറമെ ഫീസ് ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ഉണ്ട്, ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. ഞാനിപ്പം PG എടുത്തിരിക്കുന്ന വെച്ചാൽ ഇപ്പൊ ഒരു നാട്ടിലെ PG പോലെ ഇവിടെ ഒരു പാർട്ടീഷൻ എന്ന് പറയും, പാർട്ടീഷൻ എടുത്തേക്കാണ്. കാരണം നമ്മൾ ഫിനാൻഷ്യലി ഒരു പരിധി വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയാണ് UAE മണിപ്പാൽ യൂണിവേഴ്സിറ്റി. മറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയെ പറ്റി അറിയണമെന്നെങ്കിൽ നല്ല അറിയിക്കുക, നല്ല ഇറച്ചിക്കറി താ. അപ്പം കുറച്ച് കാര്യങ്ങൾ ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സേഫ് ആണോ സെക്യൂർഡ് ആണോ, നിങ്ങൾ പല രാജ്യം കണ്ടിട്ടുണ്ടാവും. ഈവൻ ഇന്ത്യ തന്നെ റാഗിങ്, പ്രശ്നങ്ങള്, കോളേജ് ഇഷ്യൂസ്, കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംസാരമെല്ലാം ഉണ്ടാവും. പക്ഷെ നാട്ടിലെ പോലെ റാഗിങ്, കത്തിയെടുത്ത് കുത്തല്, അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. എല്ലാ UAE ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ. UAE എന്ന് പറയുന്ന രാജ്യം തന്നെ പറഞ്ഞാല് ഏകദേശം ലോകത്തിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് കൺട്രി എന്നുള്ള, വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി എന്നുള്ള ഒരു ഇതുണ്ട്, കിരീടം UAEക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇവിടെ വന്ന മറ്റു രാജ്യത്ത് പോകുന്നതാണ് തന്നെ ഭയങ്കര ഇഷ്ടപ്പെടാ. അങ്ങനെന്താ പറയുന്നത്, നാട്ടില് അവിടെ UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും പോകുന്ന നമ്മുടെ ഫ്രണ്ട്സ് പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് ഇപ്പോ നിൽക്കുന്നുണ്ട്. പിക്ക് പോക്കറ്റിങ്, പിന്നെ തെഫ്റ്റ്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. വെരി സേഫ്. കാര്യത്തിൽ നിങ്ങൾ ടെൻഷനും വേണ്ട. ഇതിന്റെ ഇടയിൽ നമ്മളെ റൂംമേറ്റ്, ഇത് കോമൺ കിച്ചൺ ആണ്, അപ്പോൾ ഈ റൂംമേറ്റ് വന്ന് പാർട്ടീഷൻ ഈജിപ്ഷ്യ. അപ്പോൾ ഇവിടെ എല്ലാ രാജ്യത്തും എല്ലാ കൾച്ചറിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എക്കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അധികമൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു ഇതിന്റെ കറന്റ് സിറ്റുവേഷൻ, ചെറിയ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിനെ പറ്റി ചെറിയ കാര്യങ്ങൾ, ഇതിനെപ്പറ്റി ബ്രീഫായിട്ട് ക്യാമ്പസ്, കോളേജ്, ക്യാമ്പസ് ടൂർ കാര്യങ്ങളെല്ലാം ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ തന്നെ മറ്റു യൂണിവേഴ്സിറ്റി, ഇവിടുത്തെ ഞാൻ നിൽക്കുന്നത് അക്കാദമിക് സിറ്റിയാണ്. അക്കാദമിക് സിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം യൂണിവേഴ്സിറ്റികളുള്ളതിന്റെ ലോകത്ത്. അപ്പം അതിന്റെ വീഡിയോസ് ആണെങ്കിൽ പറയാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി ഇനാബിൾ ചെയ്യുക. മാക്സിമം ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. അതിലൂടെ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ അവർക്ക് ഇത് ഉപകാരപ്പെട്ടെ. അപ്പൊ ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.